ഈ ചിത്രം എറിക് എന്ന് പറയുന്ന ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ക്യൂ സിനിമാസ് ഇൻ അസോസിയേഷൻ വിത്ത് ഓഷോ എൻ്റർടൈൻമെൻറ്റ്സ്. അത് വിതരണത്തിന് എടുത്തിരിക്കുന്നത് സ്പാരറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, തൃശ്ശൂർ ബേസ്ഡാണ്. അപ്പോൾ ഈ ചിത്രം ഇതിൻ്റെ നിർമ്മാതാക്കൾ എന്ന് പറയുമ്പോൾ അതിൽ എൻ്റെ ഒരു മെയിൻ ആൾ രാംജിയാണ്. രാംജി വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ്. നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ മനസ്സിലാവില്ല, അദ്ദേഹം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ ഹെഡ് മാസ്റ്ററായിട്ട് അഭിനയിച്ചു. ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. രാംജി വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സാണ്. അതുപോലെ തന്നെ എന്നി വാഴപ്പള്ളി, മധു മാവേലിക്കര, ശശി നായർ. പിന്നെ ഓഷോ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കംപ്ലീറ്റ് UK കാര്യങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നത് റോണി, സുരേഷ് ആൻഡ് ജെയ്സൺ എന്ന് പറയുന്ന 3 പേരാണ്. ഓഷോ എൻ്റർടൈൻമെൻറ്റ് എഴുത്തോല എന്ന് പറഞ്ഞ സിനിമ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു അസോസിയേഷനിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരാണ് ഈ ഇരിക്കുന്നതൊക്കെ: കവിത, ഗീതിക തിവാരി, ഹേമന്ത് മേനോൻ, പിന്നെ ഞാൻ ശങ്കർ, രാംജി, പിന്നെ ആതിര. ഇവരെല്ലാവരാണ്. പിന്നെ കുറച്ച് പേരുണ്ട്, ഇവിടെ വന്നിട്ടില്ല. പ്രവീണുണ്ട്, പിന്നെ ഒരു ആഷ് ഉണ്ട്, കിരൺ ഉണ്ട്, മനു കൃഷിങ്ങിലുണ്ട്. ഇപ്പം ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല, UK-ലുള്ളതാണ്. ഹേമന്തിനെ ഞാൻ ഈ കഥ പറഞ്ഞ ഹേമന്തിനെ മനസ്സിൽ കണ്ടിരുന്നു. പിന്നെ അതിൽ അമേരിക്കയിൽ പോയി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടിയാണ്. അവിടുത്തെ TV ഷോ അല്ലേ ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കവിത ഞാൻ ഗീതിക തിവാരിയുടെ ഹൈറ്റിന് ചേരുന്ന ഒരാൾ വേണമെന്ന് അങ്ങനെയാണ് കവിതയിലേക്ക് എത്തിയത്. പിന്നെ രാംജി ഇതിലൊരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തത് വൈറസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് കുറേ മുമ്പ് ചെയ്തതാണ്. അതിന് ശേഷം കേരളോത്സവം 2009 സിനിമ ചെയ്തു. പിന്നെ മണൽ നഗരം എന്ന് തമിഴിലൊരു സിനിമ ചെയ്തു. ഇപ്പം ഈ അവസ്ഥയിൽ സിനിമ ഇത് ഹൊറർ ലാംഗ്വേജാണല്ലോ. ഹൊറർ കുറേ കൂടി നമുക്ക് വിഷ്വലി ഒക്കെ കുറേ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മുഴുവൻ നീളം നമ്മൾ ലണ്ടനിൽ ഈ ഒരു കഥ അങ്ങനെ വന്നപ്പോൾ ഈ കഥ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളത് വർക്ക് ചെയ്ത് വന്നപ്പോൾ ഇതിനൊരു സാധ്യത തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. പിന്നെ അത് ലണ്ടനിൽ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഞങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് വേണോ വേണ്ടയോ, ഈ സിനിമ ചെയ്യാൻ പറ്റുമോ, ലണ്ടനിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യണം, അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ പിന്നെ ഒരുപാട് വിസ ഫോർമാലിറ്റീസ്. പക്ഷേ ഞങ്ങൾ വർക്കൗട്ട് ചെയ്ത് വന്നപ്പോൾ എല്ലാം സംഭവിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി 6-ാം തീയതി റിലീസ് വരയ്ക്ക് എത്തിയിട്ടു. പിന്നെ ഒരു വിഷ്വൽ ഡിഫറൻസിന് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ സിനിമയിലും കാണുന്ന ഒരു വിഷ്വലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതും കൂടി ഒരു കാരണമാണ്. ഞാൻ ആസ് എ നടൻ ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ ആസ് എ ഡയറക്ടർ വരുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. ബിക്കോസ് എനിക്ക് ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സിനിമ തുടങ്ങുന്നത് തൊട്ട് അവസാനിക്കുന്ന വരയ്ക്കുള്ള ഇൻവോൾവ്മെൻറ്റ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് കഥ എഴുതി, ലൊക്കേഷൻസ് കണ്ടെത്തി, ആർട്ടിസ്റ്റിനെ കണ്ടെത്തി, അത് പിക്ചറൈസ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് വരുന്നു. ഇതെല്ലാം നമ്മൾ ഇൻവോൾവ് ആണ്. അതാണ് എന്നെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു സിനിമ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ വിജയ സാധ്യതയൊന്നും നമുക്കറിയില്ല. ബിക്കോസ് അതൊക്കെ തിയേറ്ററിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സിനിമ ഇന്ന് ഇറക്കുക എന്ന് പറയുന്നത് നമ്മൾ എടുത്ത് അത് തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നുന്നത്. തിയേറ്റേഴ്സ്, പോസ്റ്റ്, അതിൻ്റെ ഒരു പ്രൊമോഷൻസ് കാര്യങ്ങൾ. ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും ഇരുന്നതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കൊക്കെ വന്ന് ഇതെല്ലാം ചെയ്ത് വന്ന് ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല. അത് ജനങ്ങൾ പറയണം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഏത് കാലഘട്ടത്തിലും സിനിമ അങ്ങനെ തന്നെയാണ്. സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം കാശ് മേടിച്ചു. പക്ഷേ പ്രൊഡ്യൂസർ അത് തിയേറ്ററിലേക്ക് എത്തിക്കുന്ന വരയ്ക്കുള്ള ആ ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ജോണർ തന്നെയാണ്, ഹൊറർ. പിന്നെ നമ്മളത്
അത് സിനിമ കാണുമ്പോൾ അറിയും. ബിക്കോസ് അതിൽ കുറേ സംഭവങ്ങളുണ്ട് ആ സിനിമയിൽ. ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു വിഷ്വൽ ഡിഫറൻസ്. ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ പല സിനിമകൾ കാണുമ്പോൾ നമുക്ക് വിഷ്വലി ചിലപ്പോൾ ചില സിനിമകൾ ഇഷ്ടപ്പെടും. പക്ഷെ എന്നാലും അതിനകത്തൊരു കഥ വേണം, അതിനകത്ത് ചില നല്ല എലിമെൻറ്റ്സ് വേണം. എല്ലാം ഇപ്പം നന്നായിരിക്കണം എന്നില്ല, പക്ഷെ എടുത്ത് പറഞ്ഞ് സംസാരിക്കപ്പെടുന്ന ചില എലിമെൻറ്റ്സ് അതിനകത്ത് വേണം. അപ്പോൾ അതൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസ് അവരും വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്യാമറമാൻ ആണെങ്കിലും ശ്രീജിത്ത് പാച്ചാനും ജോമോൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീജിത്ത്. പിന്നെ അതുപോലെ അനൂപ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുള്ളവർ, മ്യൂസിക് ആയാലും വിവേക് നായർ ആയാലും എല്ലാവരും അത് വളരെ ഭംഗിയായിട്ട്. പിന്നെ അനീഷ് ഗോപാലാണ് ഇതിൻ്റെ ആർട്ട് ചെയ്തിട്ടുള്ളത്, അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇതിലെല്ലാം. ഞാൻ ഇത് ബാക്കി എനിക്കറിയില്ല, ഒരു സിനിമ വരുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഇത് UK നടക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അതിൽ നമ്മൾ ചില വേർഡുകൾ UK കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡുകൾ യൂസ് ചെയ്തിരുന്നു. അത് മാത്രം ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഇംഗ്ലീഷിൽ, അത് UK നടക്കുന്ന നടക്കുന്ന സിനിമ ആയതുകൊണ്ട് ഈ ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയാണെങ്കിൽ അത് അഡൽസിലേക്ക് പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അത്ര സെൻസറിങ് നടക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഓരോ ആൾക്കാരാണ്, അവരുടെ മൈൻഡ് സെറ്റാണ്. അവരന്ന് ആ സിനിമ കാണുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു അതാണ് അങ്ങനെ സംഭവിക്കുന്നത്. എല്ലാവർക്കും ആ മൈൻഡ് സെറ്റ് ആവണമെന്നില്ല. ജനറലി നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അതിനകത്ത് പ്രോബ്ലം ആണെങ്കിൽ അവരത് പറയും. ചിലർ അങ്ങനെ പറയാറുണ്ട്. അത് നമുക്ക് അവരുടെ അടുത്ത് ആർഗ്യൂ ചെയ്ത് സംസാരിക്കാൻ പറ്റും. ആർഗ്യൂ അല്ല, നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറേ പറഞ്ഞ് നോക്കി, പക്ഷെ അവർ പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത് അഡൽട്സ് ഓൺലി ആവും എന്ന് പറയുന്നു. പക്ഷെ UA+16 ആണ്, ഇതെല്ലാവർക്കും കാണാവുന്നൊരു സിനിമയാണെന്ന് പറഞ്ഞു. പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ അത് അതിനകത്ത് അങ്ങ് പോയില്ലെന്നേ ഉള്ളൂ. അഡൽട്സ് വേണ്ട, +16 എന്ന് പറഞ്ഞാൽ കാണാവുന്നൊരു സിനിമയാവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലരെയും ഇങ്ങനെ മനസ്സിലാലോചിക്കും, ഈ ക്യാരക്ടർ അദ്ദേഹം ചെയ്തത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന, ഞാൻ കണ്ട ഒരു ആക്ടറാണ് ഹേമന്ത്. അങ്ങനെയാണ് ഹേമന്തിനെ കാസ്റ്റ് ചെയ്തത്. ഗീതികയുടെ ഒരു ലുക്കാണ്, ബിക്കോസ് കുറച്ചും കൂടിയും ഒരു ഇംഗ്ലീഷ് പറ്റുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയല്ല, ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 1-2 പേരെയൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നു. അവർ ഡേറ്റും ഒക്കെ 6 മാസം കഴിഞ്ഞൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്ന് മാറി. പിന്നെ നമ്മൾ കൂടുതൽ ഈ സിനിമ UK ആയിരുന്നു വിഷ്വലി നന്നാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ. ഇതിൽ ആക്ട് ചെയ്യുന്നവർ ഓഫ് കോഴ്സ് നല്ല പെർഫോമേഴ്സ് ആയിരിക്കണം. ഗീതികയുടെ തമിഴ് സിനിമയും തെലുങ്ക് സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അഭിനയിച്ച സന്താനത്തിൻ്റെ കൂടെ കുറച്ച് നിയമത്തിൽ DD നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നൊരു സിനിമ വന്നിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ. പിന്നെ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ പലരെയും കാണുന്നു, പലരെയും നമ്മൾ ഇവർ ശരിയായിരിക്കും, നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്നവരെ നമ്മൾ എടുക്കുന്നു. അതുപോലെ ആ രീതിയിലാണ് തോന്നുന്നത്. നല്ലൊരു വേഷമാണ് ഇത് ചെയ്തിരിക്കുന്നത്. So it was very new for me, and when I got approached for this film, I was like, I couldn't say any words that time because it was like a female-oriented film, and I was like, any girl would say, yes for it, because it's like lifetime opportunity you will get. And about the script, I was really thrilled when I heard this. I couldn't get better than this opportunity in Malayalam, of course, and he's really great director. He's very sincere and he's very supportive. Because we had shoot here and we were taken in London and different weather, different locations. So yeah, it was very hard, but actually we did it. And it was a great experience, and I'm very happy that I'm here in Malayalam industry, and I hope I'll get the same love and success for this film. Challenges, actually the full film was very challenging for me because I was not from this place like Malayalam industry, right? So for me, I have to learn the dialogues and I have to go through the Malayalam, like character and industry and the language and the people, because
lots of things were in my head with how we can put it on the theaters and how we can put it on the screens. So yeah, sir was always there next to me. He was preparing me all the time, and the dialogues, the character, the depth of the character, and this character is very strong, very prominent, and she carried throughout the film. This film is actually unique for me. मुझे इस पे भरोसा है कि फिल्म जरूर वो पसंद करेंगे. They will definitely love this film. ഫ്രണ്ട്ലി ശങ്കർ സാറിനെ പോലെ ഒരാളുടെ സിനിമ എന്ന് പറയുന്നത് അഭിമാനമാണ്. കാരണം അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പിന്നെ സാറ് ഞാനും പേഴ്സണലി വളരെ ക്ലോസ് ആണ്, നല്ലൊരു ബന്ധമുണ്ട്. അപ്പോൾ എനിക്ക് സാറിനോട് വർക്ക് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ്. കാരണം അദ്ദേഹം നമുക്ക് എല്ലാം പറഞ്ഞു തരും. പിന്നെ ഭയങ്കര ഒരു മസ്തിപിടുത്തൊന്നുമില്ല, നമുക്ക് ഭയങ്കര ഫ്രീ ആണ്. നമുക്ക് സജഷൻസ് പറയാൻ സാറ് പോസിറ്റീവായിട്ട് എടുക്കും. തിരിച്ചിങ്ങോട്ട് അങ്ങോട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് സാറ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നു. സാറും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. നമ്മൾ യു കെയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തണുപ്പും കാലാവസ്ഥയൊക്കെ ഭയങ്കര അഡ്വേഴ്സ് ആയിരുന്നു. സാറ് നമ്മളെ കൂടെ കട്ടയ്ക്ക് വന്ന് ത്രോട്ട് വർക്ക് ചെയ്ത സിനിമയാണ്. അപ്പോൾ അദ്ദേഹം അത്രയും പാഷനേറ്റ്ലി ചെയ്തൊരു സിനിമയാണ് ഇവർക്ക്. പിന്നെ നമ്മൾ സിനിമ കാണുമ്പോൾ അറിയാം ഒരു ഡിഫറെൻറ്റ് ജോണറാണ്. സാറൊക്കെ ട്രൈ ചെയ്ത ജോണറാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഹൊറർ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തെടുത്ത സിനിമയാണ്. മീൻസ് ഫിസിക്കലി ഹോപ്പ്ഫുള്ളി നന്നായി പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം സ്റ്റോറി വയ്ക്കുമ്പോൾ തന്നെ സാറ് വളരെ വ്യക്തമായിട്ട് സ്റ്റോറി എനിക്ക് പറഞ്ഞു തരുന്നു. ലൈക്ക് ഒരു പുള്ളി വെൽ പ്ലാൻഡ് ആണ് സിനിമയെക്കുറിച്ച്. അപ്പോൾ അതാദ്യം നമ്മൾ സ്റ്റോറി ഡയറക്ഷൻ ടൈമിൽ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അതേ പേസ് സാറ് ത്രൂഔട്ട് ദ ഷൂട്ട് കൊണ്ടുവരുന്നു. അവിടുന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരുപാട് പ്രശ്നം വരും, മ്യൂസിക് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ അപ്രീക്ഷിച്ച ഒരുപാട് പ്രശ്നം വരുമ്പോഴേക്കും സാർ ഇത് വളരെ കൂളായി ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഒരിക്കലും സാറ് പാനിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ പ്രശ്നവും വരുമ്പോൾ സാർ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തതാണ്. അപ്പോൾ അത് ഒരു ബിഗ് പ്ലസ് ആണ്. കാരണം ഡയറക്റ്റ് പാനിക്കായ ഹോൾ ത്രൂ പാനിക്കാവും. സാർ ഒരിക്കലും അങ്ങനെ ഒരു കൺട്രോൾ പോവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ കാമായിട്ട്, എസ്പെഷ്യലി ആക്ടേഴ്സിനെ എടുത്ത് സാർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. സാറിന് പേഴ്സണലി ഇപ്പോൾ ഷൂട്ട് വരുമ്പോൾ എന്തൊക്കെ സ്ട്രെസ് ഉണ്ടായാലും നമ്മുടെ അടുത്ത് കാണിച്ചിട്ടില്ല. നമ്മൾ വളരെ കൂളായി ഫ്രണ്ട്ലി നമ്മുടെ അടുത്ത് ബെസ്റ്റ് ഔട്ട് എടുക്കാൻ സാർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ വലിയ ക്വാളിറ്റിയാണ് ആസ് എ ഡയറക്ടർ. സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കഴിവല്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. കഥ എഴുതിയ ഒരാളുണ്ട്, അതല്ലാതെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവരവരുടെ ജോലി ചെയ്യുന്നു, ക്യാമറമാൻ അയാളുടെ ജോലി ചെയ്യുന്നു. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ മാത്രമല്ല, ഡയറക്ടർ ഹെഡ് അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെയും ആ ഒരു കോപ്പറേഷനും അവരുടെ എല്ലാവരുടെയും എന്താ പറയുന്നത് ഇൻപുട്ട് വരുമ്പോഴാണ് ആ സിനിമ നന്നാവുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു ടീമിനെ കിട്ടി. വളരെ സിൻസിയറായിരുന്നു അവരൊക്കെ. അപ്പോൾ അതിൽ എൻ്റെ കൂടെ അസോസിയേറ്റായിട്ട് വന്ന ചീഫ് അസോസിയേറ്റായിട്ട് വന്നത് പ്രശാന്ത് പിള്ള എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി എഴുത്തോല എന്ന് പറഞ്ഞ സിനിമയിലും അതുപോലെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്. പിന്നെ ക്യാമറമാൻ അദ്ദേഹം നല്ല രീതിയിൽ പിക്ചറൈസ് ചെയ്തു. ഇത് ഇവിടെ ഷൂട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ യു കെ ചെന്നപ്പോൾ അത് വേറൊരു ടീമായിരുന്നു. ബിക്കോസ് ഒരുപാട് പേർക്ക് വിസ കിട്ടാതെ വന്നപ്പോൾ, വിസ പ്രോസസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവിടെ ജോയ് ഈശ്വർ എന്ന് പറഞ്ഞ 3 സിനിമ ചെയ്തിട്ടുണ്ട് പുള്ളി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ബിക്കോസ് അവിടെ ക്രൂ കുറവായിരുന്നു. ഇവിടെ 75-80 പേരുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും ക്രൂ കുറഞ്ഞു. ബിക്കോസ് നമുക്ക് ഇത്രയും പേരെ അവിടെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2-3 പേര് ചേർന്നാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അവിടെയും ഒട്ടും മോശമായിട്ടില്ല. അപ്പോൾ അവർ എല്ലാവരുടെയും കൂടി ഒരു സഹകരണമാണ് സിനിമ. ഡയറക്ടർ എന്ന് പറയുന്നത് ലീഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ടത് നമ്മൾ അവരോട് പറയുന്നു, അവർ ഇൻപുട്ട് കൊണ്ടുവരുന്നു. ഇത് നമ്മൾ വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വ്യത്യാസത്തിന് വേണ്ടിയാണ് നമ്മളിത് യു കെയിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ നമ്മുടെ ഒരു പാറ്റേൺ ഉണ്ട്. അതല്ല, ഞാൻ ശങ്കർ സാറിനെ പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങളിങ്ങനെ കുറേ യാത്രകളുണ്ടായിരുന്നു. അപ്പം അതിലൊരിക്കൽ ശങ്കർ സാർ പറഞ്ഞു എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞു. പുള്ളി അത് പറഞ്ഞപ്പോൾ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് താങ്ങാവുന്നതിലായിരുന്നു. കാരണം ഞാൻ വേറൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫുള്ളായിട്ടൊരു സിനിമാക്കാരനാവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആൾക്കാരുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ആണ് ഇതൊരു പ്രൊജക്റ്റിലേക്ക് വന്നത്. നമുക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഒരു സീനിയർ മോസ്റ്റ് ആള്, അപ്പം ആളായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ കാണുമ്പോൾ തന്നെ, ആളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ആളുടെ ഒരു സിംപ്ലിസിറ്റി. അങ്ങനെ ഒരു വ്യക്തി എന്തായാലും നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ശരി പറഞ്ഞത് ഒരു ബ്രദർലി റിലേഷനാണ്. ഒരു കോൺഫിഡൻസിന് മുകളിൽ പുള്ളിയുടെ മുകളിൽ ഞങ്ങൾ വിശ്വാസം വെച്ചിട്ട് എല്ലാവരും അറിയാം. ഇതിപ്പോൾ
നമ്മൾ ബഡ്ജറ്റ് നോക്കിയപ്പോൾ ഇതൊരു നല്ല ബഡ്ജറ്റാവും. ഇത് ലണ്ടനിൽ തന്നെ പോയി ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബഡ്ജറ്റാവുന്ന സിനിമ. പിന്നെ ഹോറർ, കുറച്ച് ഗ്രാഫിക്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടി താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ എഴുത്തോല ചെയ്ത ഗ്രൂപ്പ്, ഒരു ലണ്ടനിൽ ഗ്രൂപ്പാണ്. അവരാണ് ഇപ്പോൾ ഒരുപാട് സിനിമകൾ അവിടെ ഇറക്കുന്നത്, ലണ്ടനിൽ ഇറക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരെടുത്തും കൂടി സംസാരിച്ചു. അപ്പോൾ അവരും സമ്മതിച്ചു, ഓക്കെ ലണ്ടനിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ കഥ രാംജിക്ക് ഇഷ്ടപ്പെട്ടു. രാംജിയാണ് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്തത്, ഓക്കെ ഇത് നമുക്ക് ചെയ്യാം എന്ന്. പക്ഷെ നമ്മൾ വിചാരിച്ചേക്കാട്ടിലും കുറച്ചൊക്കെ ബഡ്ജറ്റ് കൂടുതലായി. അത് നാച്ചുറലി എല്ലാ സിനിമയ്ക്കും സംഭവിക്കുന്നതാണ്. പിന്നെ ഒന്നാമത് UK എന്ന് പറയുന്ന ഒരു സ്ഥലം വെതർ വൈസ് വളരെ മോശമാണ്. ബിക്കോസ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം നല്ല ബ്രൈറ്റായി നമ്മളൊരു ഷോട്ട് വയ്ക്കും, ആ ഷോട്ട് എടുത്ത് തീരുമ്പോഴേക്കും മഴ പെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ അത് കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടത്. പിന്നെ തണുപ്പ്, ഞങ്ങൾ പോയ സമയത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യണം, അതൊക്കെ ഒരു വലിയ ഡിഫിക്കൽറ്റിയൊക്കെ നമ്മൾ അങ്ങനെ കുറേ ഡിഫിക്കൽറ്റീസിലൂടെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഫലം കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓഫ്കോഴ്സ് ഇവരുടെയൊക്കെ എല്ലാവരും ഇപ്പോൾ ചെയ്യുകയാണെങ്കിലും ഹേമന്താണെങ്കിലും ആ തണുപ്പത്ത് എല്ലാവരും നിന്ന് വർക്ക് ചെയ്ത് ഞങ്ങളൊക്കെ രാവിലെ അവിടുത്തെ ഒരു 6 മണിക്കൊക്കെ നമ്മൾ തുടങ്ങും. ബിക്കോസ് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ തുടങ്ങും. അപ്പോൾ ഭയങ്കര തണുപ്പായി, എന്നാലും നമ്മളൊക്കെ നിന്ന് ചെയ്തു. അതൊക്കെ ഒരു ചാലഞ്ചാണ് ശരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്തതും ഇങ്ങനെ ഒരു സിനിമ ചെയ്യാം, കുറച്ച് എന്തെങ്കിലുമൊക്കെ വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ വേറൊരു സ്റ്റൈലാണ് ഈ സിനിമ. ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ സിനിമ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ കഥ ലണ്ടനിൽ നടക്കുന്നൊരു സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷ്വൽസും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിലാണ് സിനിമ പോയിരിക്കുന്നത്. എൻ്റെ പേര് ആതിര രാജീവ്. ഞാൻ ഈ സിനിമയിലൊരു റോൾ ചെയ്തിട്ടുണ്ട്. ശങ്കർ സാർ എന്നെ ആദ്യം അപ്രോച്ച് ചെയ്ത് എനിക്ക് എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ ഞാൻ വാന്നായെങ്കിലും എന്നെക്കാട്ടും വലിയ എക്സ്പ്രഷനാണ് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ആ സമയത്ത് ഇട്ടത്. അപ്പോൾ അവരുടെ മുഖം കണ്ടിട്ട് ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. It was a really nice experience. It was traveling for work. അതെൻ്റെ ഏറ്റവും ഫേവറേറ്റ്. I'm definitely a traveler. അപ്പോൾ എനിക്ക് വർക്കിന് വേണ്ടി ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. And that was my first time going to London actually. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ പ്രേതത്തിനെ കുറിച്ചും യക്ഷിയെക്കുറിച്ചും നമ്മൾ കേട്ടു വരുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഞങ്ങളുടെ റിലേഷൻ പറഞ്ഞതാണ്. അവരുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു കുട്ടി ഒരു ദിവസം പെട്ടെന്ന് അവളുടെ അച്ഛൻ്റെ സൗണ്ടിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പം അവർ പറഞ്ഞതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നു, ബിക്കോസ് അവരത് കേട്ടു എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള വലിയ വലിയ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പല പല ഇൻസിഡൻസ് അവർ പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഏതുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, ഒരു വിശ്വാസമാണ്. ചിലപ്പോൾ ചില സംശയങ്ങൾ. ഞാൻ ഈ സിനിമ എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് ഇൻസിഡൻസ് എന്തൊക്കെയോ ഫീൽ ചെയ്യാം. ഇപ്പോൾ ഒരു ഇങ്ങനെ ചെറിയ തടസ്സങ്ങളെന്ന് പറയും, അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഇന്നലെ ഗീതിക ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഗീതികയുടെ ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. ഇന്ന് വരെയ്ക്ക് ഇല്ലാത്തൊരു സംഭവമാണ്. ഗീതിക അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ ടിക്കറ്റ് ഇല്ല, പക്ഷെ ടിക്കറ്റിലെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങളുടെ ടിക്കറ്റ് ഇന്നേക്കുള്ളതല്ല, ഇത് വേറൊരു ദിവസത്തേക്കുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ. ഈ സിനിമ ഇന്ന് ഞാൻ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തതല്ല. ഇത് ആക്ച്വലി ഒരു 3 വീക്സ് 4 വീക്സ് മുമ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ UK ചെന്നിട്ട് എനിക്ക് എൻ്റെ വിസ മാറ്റാനുണ്ടായിരുന്നു. ഇത് ഞാൻ UK സിറ്റിസണല്ല, റെസിഡൻ്റാണ്. യൂഷ്വലി എനിക്ക് 20 ദിവസം കൊണ്ട് കിട്ടുന്ന വിസ 2.5 മാസം പിടിച്ചു. ഒരുപാട് തടസ്സങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ സിനിമയിൽ. അപ്പോൾ എന്താണെന്നറിയില്ല, അതിങ്ങനെ ഷൂട്ടിംഗ് സമയം തൊട്ടേ നമുക്കിങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരു സിനിമ എടുത്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് മറ്റ് സിനിമകളിലൊന്നും സംഭവിച്ചിട്ടില്ല, ഇതിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഞങ്ങൾ എല്ലാം കൊടുത്തപ്പോൾ സെൻസർ ചെയ്ത്
സെൻസർ ചെയ്തതിൻ്റെ ഒരു കട്ട്സ് ഇവിടെ നമ്മൾ ഇവിടുത്തെ മ്യൂട്ട് ചെയ്യേണ്ടത് അതില്ല ഇവിടെ കൊടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതിനകത്ത് ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, ഇതെന്തത് എന്താണ് അതൊക്കെ നമുക്ക് തോന്നാറുണ്ട്. മേ ബി ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്തുകൊണ്ടാണോ, അതിൻ്റെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അതൊരു സത്യമാണോ എന്താണെന്ന് നമുക്കറിയില്ല. ട്രൂ ഇൻസിഡന്റ് എന്ന് പറഞ്ഞത് നമ്മൾ വായിച്ചിട്ടുള്ള സ്കോട്ട്ലൻഡിൽ നടന്നിട്ടുള്ളൊരു സംഭവം. അത് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിക്ക് ഒരു ഇല്യൂഷൻ ഉണ്ടാവുന്നത് കാറ് വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് അവിടെ പോകുന്നതും അതൊന്ന് കണ്ടുപിടിക്കുന്ന കുറേ കാര്യങ്ങളാണ്. നമ്മളൊരു സിനിമയാക്കുമ്പോൾ നമുക്ക് അതിൽ കുറേ മസാലകളും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പം നമ്മളിരുന്ന് ഒരു കഥയുണ്ടാക്കി ഒരു സിനിമയ്ക്ക് പറ്റുന്ന ഒരു എലിമെൻ്റ് അതിനകത്തുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. ബേസിക്കലി തടസ്സങ്ങൾ നമുക്ക് ഓഫ്കോഴ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ഈ സിനിമയെ പോസിറ്റീവായി കാണാൻ ആഗ്രഹിക്കുന്നത്, കാരണം എനിക്കിതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഒരു നെഗറ്റീവ് പ്രശ്നമായിട്ടുള്ള ക്യാരക്ടറുണ്ട്. ഇപ്പോൾ ബാക്കി മിക്കപ്പോൾ ഞാൻ കുറേ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് മൂവിലും കുറച്ച് പോസിറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനും ഈ പറഞ്ഞ ഒരുപാട് ചെറുപ്പ സിനിമകൾ ചെയ്യേണ്ട എന്ന് കരുതി കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് മൂവി നല്ലൊരു ക്യാരക്ടറായിരുന്നു, നല്ല റെസ്പോൺസിബിൾ ക്യാരക്ടറായിരുന്നു ഹൗസിപ്പിൻ്റെ. അപ്പോൾ ഞാൻ ഓർത്ത് ഒരുപാട് സിനിമകൾ ചെയ്യണം. ഞാനിപ്പോൾ തമിഴിൽ 2 മൂവീസൊക്കെ റിലീസ് ആവുന്നുണ്ട്, തെലുഗുവിൽ 2 മൂവീസ് നടക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൽ നല്ല മൂവീസ് ചെയ്യാൻ ഓർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മൂവിയിൽ എനിക്ക് എൻ്റെ ക്യാരക്ടർ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ അത് ഉള്ളതായത് നന്നായി ചെയ്യുക എന്നൊരു പോസിറ്റീവ് മൈൻഡ് എനിക്കുള്ളൂ. തടസ്സങ്ങൾ സാധാരണ എനിക്കുണ്ടാവാറുണ്ട്. ഞാനപ്പോൾ ഇപ്പോൾ ഇന്ന് ആലോചിച്ചോളം പോയിട്ട് സിനിമയോട് ബന്ധപ്പെട്ടാണെന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. Thanks for showing the support. സിനിമയിൽ വരുന്നത് ഐ തിങ്ക് ദി കോൺടാക്റ്റഡ് ഫോർ കാസ്റ്റിംഗ്. അങ്ങനെ ഒരു സുഹേൽ എന്ന് പറഞ്ഞൊരു മാനേജർ ത്രൂ വന്നൊരു റോളാണ്. ശങ്കർ സാറിൻ്റെ പടമാണ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. ബട്ട് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഇസ് ഹിസ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ മീ. അത് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇത്ര കൂൾ ആൻഡ് കാം ഡയറക്ടർ ഐ ഡോണ്ട് തിങ്ക് വി ഹവ് സീൻ in the industry. Sir ഇരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, I think everybody would agree to the same. ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആൻഡ് സപ്പോർട്ടീവ് ആയിട്ട്. സോ ഐ ഇൻഫാക്ട് ഗീതികയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും കോമ്പിനേഷൻ സീൻസ് ആരുമായിട്ട് ഇല്ല. അതെനിക്ക് സങ്കടമുണ്ട്. ലണ്ടനിലും കൊണ്ടുപോയില്ല. It's definitely thanks. ട്രെയിലർ കാണാൻ പറയാം, എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു കാറ് മേടിച്ചു, ഇതൊക്കെ പറയുന്നത് ഞാൻ ഒരു കാറ് മേടിച്ചു. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നു പറയുന്നത്. അവിടെ മുതലാണ് ഈ ഒരു ഗോസ്റ്റിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട്, എന്താണ് ആ പ്രസൻസിന്റെ കാരണം, അതിന്റെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെയാണ് നമ്മുടെ സിനിമ പറഞ്ഞ സാധനം. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന ട്രാക്കാണ്. ഇപ്പോൾ ഏറ്റവും ചാടി വരുന്നതല്ല, കാറ് വാങ്ങുമ്പോഴാണ് ഗീതയുടെ കൂടെ ഈ ഒരു സംഭവം ഫീൽ വരുന്നതും അതിന്റെ ബാക്ക്ഡ്രോപ്പ് കഥ പറഞ്ഞു പോകുന്നതും അപ്പോൾ നമ്മളൊക്കെ ഇൻവോൾവ് ആവുന്നതും അതൊക്കെ പറഞ്ഞ സാധനം ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. ഒരുപാട് പെർഫോമൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിലും ആദരിക്കാണെങ്കിൽ വിജയിക്കാനൊക്കെ ഒരുപാട് പെർഫോം ചെയ്യാനുണ്ട്. ഫിസിക്കലിയും ഒക്കെ ഒരുപാട് പെർഫോം ചെയ്യാനായിരുന്നു. അപ്പോൾ അതൊരു ചാലഞ്ച് ആൾക്കാർക്കും ചാലഞ്ചിങ് ആയിരുന്നു. നമ്മൾ നമ്മുടെ ബൈബിളുകൊണ്ട് തന്നെ നമ്മൾ ചില സീൻസ് നമ്മൾ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെച്ച് ഡയലോഗ്സ് മാറ്റുമ്പോഴൊക്കെ സാർ വളരെ കൂളായിരുന്നു. ചില സീനിയേഴ്സ് ചിലപ്പോൾ അത് സമ്മതിക്കില്ല, അവർക്ക് പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ സാർ പക്ഷേ അങ്ങനല്ല, സാർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ ഒരു സീനിയറിൻ്റെ ഒരു ഇതാരൊന്നും സാറിനില്ല ബേസിക്കലി. പിന്നെ സാറിന് ഒരു കാംനെസ് ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്പയറിംഗ് ആണ്. കാരണം നമുക്ക് ആസ് എൻ ആക്ടർ നമ്മളും കാമാവും. ഇപ്പോൾ ഡയറക്ടർ ഭയങ്കര പാനിക്കായിട്ട് ടെൻഷനാവും, നമുക്കും ടെൻഷനാവും. അപ്പോൾ സാർ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഒരു സീനിയറിന്റെ മെയിൻലി പറഞ്ഞ പോലെ നമുക്ക് കുറേ ടിപ്സ് ഒക്കെ തരും. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്ത് നോക്കുന്നു പറയുമ്പോൾ നമ്മൾ എടുക്കുന്നു. അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പലപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. Otherwise we have to take, if something happens, then we get into trouble, because if there's an accident or something happens to an artist or somebody, then we will get into trouble. So we have to take permission, and the production company, they have taken all the permissions. Okay, എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ആവശ്യം. ബിക്കോസ് പറയുന്ന മാതിരി നമ്മളൊരു സിനിമ ചെയ്തു, നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു, ബാക്കി നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ വിടുന്നു, ഓഡിയൻസിൻ്റെ കയ്യിലേക്ക് വിടുന്നു. പക്ഷെ ഇതിൽ കാറ് പ്രേതമല്ല, കാറിലൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് ആ കാർ ഓൺ ചെയ്ത് തരുന്ന ആളാണ് എറിക്. അപ്പോൾ ആ കാറിലൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പ്രസൻസ് എന്നും കാറിലും ഉണ്ട് പ്രസൻസ്. ഒരു വീട്ടിലേക്ക് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലും വരും. പിന്നെ ഇതിനെവിടെ എന്താ സംഭവിച്ചാൽ അവിടെയും പ്രസൻസ് ഉണ്ടാവും. ഈ 3 സ്ഥലത്താണ് അതിൻ്റെ പ്രസൻസ്. കാറ് സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ പ്രേതത്തിന് റിയാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ കഥ പറഞ്ഞു പോയിരിക്കുന്നത്. അല്ലാതെ പ്രേതമായിട്ട് അങ്ങനെ കാറ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സ്റ്റോറി ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളത്.
എലിമെന്റ്സ് ഒക്കെ ഹൊറർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ എലിമെന്റ്സ് ഒക്കെ ചിലപ്പോൾ കയറി വരും. അതല്ലാതെ ഇത് വേറൊരു സ്റ്റൈലിൽ പോകുന്ന ഏത് ഭാഷയിലും ഡബ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. തമിഴിൽ ചെയ്യാം, തെലുങ്കിൽ ചെയ്യാം, കന്നഡത്തിൽ ചെയ്യാം, ഹിന്ദിയിൽ ഏത് ഭാഷയിലും ചെയ്യാം. ബിക്കോസ് ഇത് ലണ്ടനിലൊക്കെ ആയതുകൊണ്ട് എൻ്റെ വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഡയലോഗ്സ് കുറച്ച് കുറവാണ് ഇതിൽ. നമ്മൾ ഒരുപാട് ഡയലോഗൊന്നും ഈ സിനിമയിൽ പറയുന്നില്ല. ചെറിയ ചെറിയ ഡയലോഗുകൾ, ആവശ്യത്തിനുള്ള ഡയലോഗുകൾ. പ്രേതത്തെക്കൊണ്ട് പേടിച്ചെന്ന് ചോദിച്ചാൽ നമ്മൾ ഫിലിം ചെയ്യുമ്പില്ലേ, മൂവി സെറ്റ് ആണല്ലോ, അപ്പൊ ഇവര് സെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് മറ്റേ ആ രീതിയിൽ ആ ലുക്കിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ഒന്ന് കയറുമ്പോൾ ജസ്റ്റ് നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കെടുത്ത സിനിമ കാണുന്ന പോലെയല്ല, അതിൻ്റെ ഉള്ളിലോട്ടല്ലേ നമ്മൾ ചവിട്ടി കയറുന്നത്. അപ്പൊ ഒരു ചെറിയൊരു ഫീലൊക്കെ ഉണ്ട്, നല്ല രസം. 2 പാട്ടുണ്ട്. ഒരു പാട്ട് കുറച്ചേ ഉള്ളൂ, പിന്നെ ഒരു പാട്ട് അത് ഇറങ്ങിയിട്ടുണ്ട് മനോരമ മ്യൂസിക്കിൽ, ഇവരാണ് ഇറക്കിയിരുന്നത്. അത് ഈ സിനിമയുടെ ഒരു നക്ഷലല്ല, എൻ്റെ ഒരു അണ്ടർകറന്റ് അത് പറയുന്ന ഒരു പാട്ടാണ്. അത് ഞാൻ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്, അതേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ ഈ സിനിമയിൽ എന്താ വെച്ചാൽ ഇതൊരു പ്രേതത്തിൻ്റെ കഥയിൽ കാറ് ആളില്ലാതെ ഓടുന്ന കുറേ സീൻസ് ഒക്കെ ഉണ്ട്. അത് ലണ്ടനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഗ്രാഫിക്സ് ഒന്നല്ല, അതല്ലാതെ നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ആവശ്യം. ബിക്കോസ് ഇന്നിപ്പോൾ സിനിമ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. 6-ാം തീയതി പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക.